പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. സൗമ്യൻ സോമൻ്റെ പുത്രനും സൗമ്യമായ ഗുണങ്ങളോട് കൂടിയ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, ബുധൻ ചാരവശാൽ ഇപ്പോൾ തുലാൻ രാശിയിൽ നിന്നും വൃശ്ചികത്തിലേക്ക് വരികയാണ്. വൃശ്ചികത്തിലായിരുന്നു ബുധൻ. അവിടെ നിന്നും തൻ്റെ സുഹൃത്തായ ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് ചാരവശാൽ വക്രിയായി സഞ്ചരിച്ചു. നല്ല ഫലം പലർക്കും ലഭിച്ചു എന്ന് പറഞ്ഞു വക്രിയായ ബുധൻ, തുലാൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ. ആ ബുധനിത തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരികയാണ്, തൻ്റെ ശത്രുക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഡിസംബർ 6-ാം തീയതി വൃശ്ചികത്തിലേക്ക് പ്രവേശിച്ച ബുധൻ 23 ദിനങ്ങൾ വൃശ്ചികമാസം 29-ാം തീയതി വരെ വൃശ്ചിക രാശിയിൽ നിൽക്കുകയാണ്. എപ്രകാരം മേടം മുതലായ രാശികൾക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള വൃശ്ചിക രാശിയിലേക്കുള്ള പ്രവേശനം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്ര നല്ല ഫലം ബുധന് വൃശ്ചിക രാശിയിൽ ചൊവ്വാക്ഷേത്രങ്ങളിൽ മേട വൃശ്ചിക രാശികളിൽ പറഞ്ഞിട്ടില്ല. ദ്യൂതാന്ന പാനരത നാസ്തിക ചോര നിസ്വ കുസ്ത്രീക കൂടകൃത് അസത്യരഥ കുജക്ഷേ. ചൊവ്വാക്ഷേത്രത്തിലെ ബുധൻ അസത്യരഥ, സത്യരഥനല്ല, സത്യമാർഗത്തിൽ സഞ്ചരിക്കില്ല, അസത്യമാകുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കും. സത്യസന്ധമായ രീതി അദ്ദേഹം സ്വീകരിക്കില്ല. പിന്നെ അദ്ദേഹം ആരാകുന്ന ബുധൻ, മേടൻ രാശിയിലും വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന ബുധൻ ദ്യൂത അന്നപാനരഥ. ദ്യൂതമെന്നാൽ ക്രീഡ, കളികൾ. നമ്മൾ എല്ലാവിധ ക്രീഡകളും, പഴയ മുച്ചീട്ട് കളി മുതൽ ചീട്ട് കളി മുതൽ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെടുന്ന കളികൾ, അല്ലെ ഗാംബ്ലിംഗ്, ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്ന എന്ത് ക്രിയകളും ഷെയർ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നതും ദ്യൂതമാണ്. ഒരുതരം ചൂതാട്ടമാണ് അതൊക്കെ. ലാഭം ലഭിക്കാം, ലാഭം പ്രതീക്ഷിക്കാം, നശിക്കാം, രണ്ടുമാവാം. ദ്യൂത. അന്നപാനരതി, അന്നത്തിൻ്റെ രതി, ഭക്ഷണ വിഷയത്തിലുള്ള രതി. പാനം, ഡ്രിങ്ക്സ്, കുടി, മദ്യവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലയിലുള്ള താല്പര്യം. ദ്യൂത അന്നപാനരതി, അല്ലെങ്കിൽ അതിലുള്ള രഥ, താല്പര്യം. നാസ്തിക, ദൈവവിശ്വാസം വളരെ കുറയുക. ആസ്തികത്വമില്ലാത്ത അവസ്ഥക്കാണ് നാസ്തികത്വം എന്ന് പറയുക. ചോരഹ, ചോരയ രീതി ചോര, കളവ് പറയുക, കളവ് പ്രവർത്തിക്കുക, കള്ളനാവുക. നിസ്വഹ, ധനമില്ലാത്ത അവസ്ഥ. നിർഗതം സ്വം യസ്യ സഹ, തനിക്ക് ധനമില്ല തൻ്റെ കൈവശം. കുസ്ത്രീക കൂടകൃത്, കുസ്ത്രീക, കുസ്ത്രീ വിഷയത്തിൽ അങ്ങേറ്റം താല്പര്യം. കുൽസിത സ്ത്രീ, കുൽസിതയായ സ്ത്രീകളിൽ, വർജിക്കപ്പെട്ട സ്ത്രീകളുള്ള താല്പര്യം. ഇത് ചൊവ്വാക്ഷേത്രങ്ങളിലെ ബുധൻ വളരെയധികം പ്രകടിപ്പിക്കും. കൂടകൃത്, കൂടകർമ്മങ്ങളൊക്കെ ചെയ്യുക. അസത്യ രഥ, സത്യരഥനല്ലാത്തൊരവസ്ഥ. നല്ല ഫലമല്ല. മറിച്ച് ശുക്രക്ഷേത്രത്തിലെ ബുധനും സ്വന്തം ക്ഷേത്രങ്ങളായ മിഥുന കന്നിയിലെ ബുധനും വ്യാഴക്ഷേത്രങ്ങളായ മീനത്തിലും ധനുവിലും ബുധൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ്. കർക്കിടകത്തിലും ചിങ്ങത്തിലും പറഞ്ഞ ഫലങ്ങൾ നല്ലതല്ല. അപ്രകാരം മകര കുംഭത്തിലും പറഞ്ഞ ഫലങ്ങളും വളരെ മോശമാണ്. അതിനാൽ ഈ 24 ദിവസം ശ്രദ്ധിക്കുക. വിവാദങ്ങളിലൊക്കെ പോകാതെ, ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ ആർക്കും ഉണ്ടാകാത്തൊരവസ്ഥ സംജാതമാക്കട്ടെ ഈ ബുധൻ. കാരണം ബുധൻ ഗ്യാംബ്ലറാണ്. 24 ദിവസം നിൽക്കുന്ന ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും. അത് ആർക്കൊക്കെ ഫലം ചെയ്യാം? ഈ വൃശ്ചികത്തിൽ നിൽക്കുന്ന ബുധൻ എന്ന് നമുക്ക് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, ഏതായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. മേടം മുതൽ 12 രാശിക്കാരുടെയും ഈ ബുധൻ്റെ അവസ്ഥ എപ്രകാരമാണെന്നുള്ള ചിന്തയാണ് നാം ചെയ്യുന്നത്. നന്ദി, നമസ്തേ. പുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ നിന്ന് 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ബുധൻ നിൽക്കുന്നത് 9-ാം ഭാവത്തിലാണ്. നല്ലൊരു ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. ബുധൻ 4-ാം ഭാവാധിപനാണ്. അമ്മാവന്മാർ, മരുമക്കൾ, ഭൂമി, വാഹനം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. ഇത്ര ദിവസം ബുധൻ അഷ്ടമത്തിലായിരുന്നു, വക്രിയായിട്ട് 8-ൽ. ആ വിഷയങ്ങൾക്കൊക്കെ ദോഷമായിരുന്നു. പക്ഷെ അതൊക്കെ മാറി, ഇതൊക്കെ ഭാഗ്യസ്ഥാനത്ത് വരാം. പല കാര്യങ്ങൾക്കും തനിക്ക് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക, വീട്ടുകാരുമായി, ഭാര്യയുമായി, മക്കളുമായി, അല്ലെങ്കിൽ അമ്മയെ കൂട്ടി, അച്ഛനെ കൂട്ടി, മരുമക്കളെ കൂട്ടി തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള മഹത്തായൊരു ഭാഗ്യം കൈവരും. നല്ല ബുധനാണ്. ധർമ്മശീല അതിധീമാൻ,
നന്നായി ബൗദ്ധിക തലത്തിൽ വളരെ നല്ലതാണ്. ധാർമ്മികത വളരെയധികം പ്രകടിപ്പിക്കുന്നു. ദീക്ഷിതഃ സ്വർധുനി സ്നാതക, താൻ സ്വർഗങ്കയിൽ പോയി മുങ്ങിക്കുളിക്കും, ദീക്ഷ സ്വീകരിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ പലപ്പോഴും ആത്മീയമായ വിഷയങ്ങൾക്ക് ഉണർവ് കൊടുക്കുവാൻ ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു 24 ദിവസം എന്നറിയുക. ദാമ്പത്യത്തിന് അപ്പുറത്ത് 9 ബുധൻ വരുമ്പോൾ ഇവിടെ സന്യാസത്തിന് പ്രാധാന്യമാണ്. പലപ്പോഴും ഭാര്യയായി പാർഷ്യലായി സെപ്പറേറ്റ് ചെയ്യപ്പെടുക, കുറച്ച് ദിവസം വല്ല ഡെപ്യൂട്ടേഷൻ, ഇലക്ഷൻ ഡ്യൂട്ടി പോലത്തെ കാര്യങ്ങളൊക്കെ വന്ന് ഭാര്യ ഭർത്താക്കന്മാർ പാർട്ട് ടൈം അകന്നിരിക്കുന്ന ഒരവസ്ഥ, അതൊരു തരം സന്യാസ യോഗമാണ്. അതിനൊക്കെ നല്ലതാണ് ഈ ബുധൻ. ഒരു ഫ്രഷ് ആകാം. ദമ്പതികൾ പരസ്പരം ദെൻ ദേ ആർ പാർഷ്യലി സെപ്പറേറ്റഡ് ആഫ്റ്റർ മീറ്റിംഗ് ഫോർ 3 weeks or 4 weeks time. They are well fresh up in the mentally, physically, spiritually. പലപ്പോഴും ഭാര്യയ്ക്ക് വീട്ടിൽ നിന്ന് സഹസ്രനാമം ജപിക്കുവാനുള്ള മൂഡ് വരും. അവിടെ ഭർത്താവിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ല. അത് ഭർത്താവിനുമാകാം. താൻ മാറി നിന്ന് മറ്റൊരു വ്യക്തിയാകുന്ന ഒരു സമയമാണെന്നറിയുക. അതിന് നല്ലതാണ് 9 ബുധൻ. ധർമ്മേ സുധ അർത്ഥ സുഖഭാഗ്. ശ്രുതം, ശാസ്ത്രം, അർത്ഥം, ധനം, സുഖം, ഇതൊക്കെ ഭജിക്കും. അത് ആത്മീയമായ സ്പിരിച്വലായ സുഖമാണെന്നറിയുക. അപ്രകാരം കുലോദ്യോതകർ ഭാനുവത് ഭൂമിപാലൻ, സൂര്യനെ പോലെ കുലത്തിനെ ദ്യോതിപ്പിക്കും. അതിനാൽ ധർമ്മദൈവവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ഈ ഒരു സമയം അവരുടെ തീരുമാനങ്ങളൊക്കെ ഒരു ഭാഗമാക്കാവുക. തനിക്കൊരു പ്രാധാന്യം കൈവരും. അതിനൊരു ഭാഗമായി താനും തുഴഞ്ഞു പോകട്ടെ, വളരെ അനുകൂലമായി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതാപാധികോ ബാധകോ ദുർമുഖാനോ, ദുർമുഖന്മാരെ തൻ്റെ നയത്തിലൂടെ, നയചാതുര്യത്തിലൂടെ തനിക്ക് സുമുഖന്മാരാക്കി മാറ്റാൻ വരും. അതിനാൽ തിരിഞ്ഞിരിക്കുന്നവരെ തൻ്റെ നയത്തിലൂടെ തൻ്റെ അടുത്തേക്ക് എത്തിക്കുക, ദൗത്യം നിർവഹിക്കുക തുടങ്ങിയ വലിയ കാര്യങ്ങൾ ഈ ബുധൻ ചെയ്യും. തൻ്റെ കുലത്തിന് പ്രകാശത്തെ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ബുധൻ വളരെ നന്മകൾ പ്രദാനം ചെയ്യും. ധർമ്മദൈവ വിഷയത്തിലും പൈതൃകമായ വിഷയത്തിലൊക്കെ തന്നെ അവരുടെ ആചാരങ്ങളെ താൻ ഫോളോ ചെയ്യുക, അതിനൊരു ഭാഗമാവുക. തനിക്ക് നന്മകൾ പ്രദാനം ചെയ്യപ്പെടും, ഒരു സംശയവുമില്ല. നന്ദി, നമസ്തേ.